ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സുകൾ, അതേപോലെ തന്നെ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ 7 പ്രോസസ്സുകളാണ് മൊത്തം ഉള്ളത്. സെൻഡർ, മെസ്സേജ്, എൻകോഡിംഗ്, ചാനൽ, റിസീവർ, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക്. എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ ഫസ്റ്റ് പ്രോസസ്സാണ് സെൻഡർ ഓർ എൻകോഡർ. സെൻഡർ ഓർ കമ്മ്യൂണിക്കേറ്റർ ഈസ് ദി പേഴ്സൺ ഹൂ സെൻഡ്സ് എ മെസ്സേജ് ടു ദി റിസീവർ. ഹീ ഈസ് ദി പേഴ്സൺ ഹൂ ഇനീഷ്യേറ്റ്സ് ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. The communication process begins when the sender plans to transmit a message to some other persons. The sender may be an individual, a group of individuals, or an organization. Success of communication depends on the knowledge, skill, and experience of the sender. ഫസ്റ്റ് പ്രോസസ്സാണ് സെൻഡർ. സെൻഡർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ റിസീവർക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, അയക്കുന്നത്, അവരാണെന്ത് സെൻഡർ എന്ന് പറയുന്നത്. ആരാണോ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, താല്പര്യം പ്രകടിപ്പിക്കുന്നത്, ആരാണോ മെസ്സേജ് റിസീവറിലേക്ക് പാസ് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ എന്ത് പറയുക, സെൻഡർ എന്ന് പറയുക. സെൻഡർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവാം. ഈ കമ്മ്യൂണിക്കേഷൻ സക്സസ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും സെൻഡറുടെ നോളജിനെയും സ്കില്ലിനെയും എക്സ്പീരിയൻസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് പ്രോസസ് മെസ്സേജ്. മെസ്സേജ് ഈസ് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ദി മാറ്റർ വിച്ച് ദി സെൻഡർ വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ്. ദി വെരി പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടു മേക്ക് ദി റിസീവർ അണ്ടർസ്റ്റാൻഡ് ദി മെസ്സേജ്. രണ്ടാമത്തെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് മെസ്സേജ്. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സബ്ജക്റ്റ് മാറ്ററിനെ, കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന സബ്ജക്റ്റ് മാറ്ററിനെ, വിഷയത്തെ നമുക്ക് എന്ത് പറയാം, മെസ്സേജ് ആണെന്ന് പറയാം. അതായത് സെൻഡർ റിസീവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാറ്റർ എന്താണോ, വിഷയം എന്താണോ, അതിനെയാണ് മെസ്സേജ് എന്ന് പറയാം. Next, encoding. Encoding is the process of translating the message into words, symbols, or some other form. Encoding is done to make the matter easily understandable to the receiver. The message is presented through words, pictures, symbols, charts, music, gestures, etc. Encoded messages are easily and quickly understood by the receivers. മൂന്നാമത്തെ പ്രോസസ്സാണ് എൻകോഡിംഗ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജുകളെ വേർഡുകളാക്കിയിട്ടോ, വാക്കുകളായിട്ടോ, സിമ്പിൾസ് ആയിട്ടോ, അല്ലെങ്കിൽ മറ്റ് ഫോമുകളാക്കിയിട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻകോഡിംഗ് എന്ന് പറയാം. അതായത് സെൻഡർ സെൻഡ് ചെയ്യുന്ന, അയക്കുന്ന മെസ്സേജ് വേർഡുകളാക്കിയിട്ടോ, വാക്കുകളാക്കിയിട്ടോ, അല്ലെങ്കിൽ സിമ്പിൾസ് ആക്കിയിട്ടോ, അല്ലെങ്കിൽ മറ്റ് ഫോമുകളിലേക്കാക്കിയിട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയാം. ആ മെസ്സേജുകളെ വേർഡുകളാക്കിയിട്ടോ, പിക്ചേഴ്സ് ആക്കിയിട്ടോ, സിമ്പിൾസ് ആക്കിയിട്ടോ, ചാർട്ടാക്കിയിട്ടോ അങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയാം. നെക്സ്റ്റ്, ചാനൽ ഓർ മീഡിയം. Channel is the medium or path through which the encoded message is transmitted to the receiver. The message travels from the sender to the receiver through the channel. The message may be communicated through spoken words, written letters, telephone, internet, television, etc. ഒരു സെൻഡർ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് റിസീവറിലേക്ക് എത്തുന്നത് ഒരു ചാനൽ വഴിയായിരിക്കും, ഒരു മീഡിയത്തിലൂടെ ആയിരിക്കും. ആ ചാനൽ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത് ടെലിഫോൺ ആവാം, ഇൻ്റർനെറ്റ് ആവാം, ടെലിവിഷൻ ആവാം, എന്തുമാവാം. അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സെൻഡറെ ഒരു മെസ്സേജ് റിസീവറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ടെലിഫോൺ വഴിയാണെങ്കിൽ അവിടെ ടെലിഫോൺ കോൾ വഴിയാണ് അവരെ കമ്മ്യൂണിക്കേറ്റ് നടത്തുന്നതെങ്കിൽ അവിടെയുള്ള മീഡിയ എന്ന് പറയുന്നത് എന്താണ്, ടെലിഫോണാണ്. നേരെ മറിച്ച് ഇൻ്റർനെറ്റിലൂടെയാണ് അവർ ഡാറ്റാസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെങ്കിൽ അവിടെ ഇൻ്റർനെറ്റ് ആയിരിക്കും അവിടുത്തെ ചാനൽ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിസീവർ ഓർ ഡീകോഡർ. Receiver is the person or group of person to whom the message is transmitted. He is also known as communicatee. A communication message is intended to be accepted and understood by the receiver. Communication does not take place if the message fails to reach the receiver. റിസീവർ അല്ലെങ്കിൽ ഡീകോഡർ എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡർ സെൻഡ് ചെയ്തിട്ടുള്ള മെസ്സേജ് ആർക്കാണോ ലഭിക്കുന്നത്, ആർക്കാണോ റിസീവ് ചെയ്യപ്പെടുന്നത്, അവരെയാണ് നമ്മൾ എന്ത് പറയുക, റിസീവർ എന്ന് പറയുക. അതായത് സെൻഡർ ആർക്കാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയുക, റിസീവർ എന്ന് പറയുക. നെക്സ്റ്റ്, ഡീകോഡിംഗ്. Decoding is the process of translating the words and symbols of a message into meaningful information. It is opposite to encoding. Under decoding,
the receiver interprets the message transmitted by the sender to get its meaning. മെസ്സേജിനെ മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീകോഡിങ് എന്ന് പറയുക. അതായത് മെസ്സേജിനുള്ളിലുള്ള വേർഡ്സിനെയും സിമ്പിൾസിനെയും ഒക്കെ മീനിങ് ഫുള്ളായിട്ടുള്ള റിസീവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീകോഡിങ് എന്ന് പറയുക. ഡീകോഡിംഗ് എന്ന് പറയുന്നത് എൻകോഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇവിടെ മെസ്സേജ് റിസീവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മീനിങ് ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻ ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫീഡ്ബാക്ക്. Feedback is the last element in the process of communication. It is the response or reaction given by the receiver of the message to the sender. അവസാനത്തെ പ്രോസസ്സാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സെൻഡർ അയച്ചിട്ടുള്ള മെസ്സേജിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ഷൻ റിസീവർ സെൻഡറിലേക്ക് അയച്ചു കൊടുക്കുക, നൽകുക എന്നുള്ള രീതിയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതായത് സെൻഡർ അയച്ചിട്ടുള്ള മെസ്സേജ് റിസീവർക്ക് കിട്ടി, റിസീവർ ആ മെസ്സേജ് വായിച്ചു, അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി, അതിൻ്റെ റെസ്പോൺസ്, അതിൻ്റെ റിയാക്ഷൻ സെൻഡറിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൊത്തം കമ്മ്യൂണിക്കേഷനിൽ 7 പ്രോസസ്സാണുള്ളത്. ആദ്യം സെൻഡർ മെസ്സേജ് അയക്കും, മെസ്സേജ് എൻകോഡ് ചെയ്യും, അത് ചാനലിലൂടെ റിസീവർക്ക് എത്തും, റിസീവർ അത് ഡീകോഡ് ചെയ്യും, ഡീകോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സെൻഡറിലേക്ക് അയച്ചു കൊടുക്കും. ഇതാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Communication is the exchange of a message between two persons. A barrier is a hurdle or obstacle in the path of communication that makes the communication incomplete and ineffective. 2 പേഴ്സൺസ് മെസ്സേജുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പേഴ്സൺസ് മെസ്സേജുകൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിനിടയ്ക്കുണ്ടാകുന്ന ആ വഴികൾക്കിടയിലുണ്ടാകുന്ന തടസ്സങ്ങളെ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളെ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിനെ നമുക്ക് എന്താ പറയാം, ഈ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറയാം, തടസ്സങ്ങളാണ് എന്ന് പറയാം. പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷനിൽ 5 ബാരിയേഴ്സാണുള്ളത്, 5 തടസ്സങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഫിസിക്കൽ ബാരിയേഴ്സ്, രണ്ടാമത്തേത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, മൂന്നാമത്തേത് സെമാൻറ്റിക് ബാരിയേഴ്സ്, നാലാമത്തേത് ഓർഗനൈസേഷൻ ബാരിയേഴ്സ്, അഞ്ചാമത്തേത് കൾച്ചറൽ ബാരിയേഴ്സ്. ഫസ്റ്റ്, ഫിസിക്കൽ ബാരിയേഴ്സ്. Physical barriers are barriers relating to the physical environment of communication. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ബാരിയേഴ്സിനെയാണ് നമ്മൾ ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയാം. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് നോയ്സ്. നോയ്സ് മീൻസ് എനി ഇൻ്റർഫറൻസ് ദാറ്റ് റെഡ്യൂസ് ദി ക്ലാരിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Noise prevents the receiver from hearing and understanding the message. It may be physical sound or mental disturbance. Mental disturbances include mental tension, tiredness, etc. കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാരിറ്റി കുറക്കുന്നതും അതേപോലെ തന്നെ അതിൻ്റെ എഫക്റ്റീവ്നെസ്, കാര്യക്ഷമത കുറക്കുന്നതുമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും എല്ലാ ഇൻ്റർഫറൻസുകളെയും നമുക്ക് നോയ്സ് ആണ് എന്ന് പറയാം. നോയ്സ് എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് റിസീവർ കേൾക്കുന്നതിനും അതേപോലെ തന്നെ മനസ്സിലാക്കുന്നതിനും തടസ്സം നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാണ് നോയ്സ് ചെയ്യുന്നത്. അത്തരം നോയ്സുകൾ, അത്തരം തടസ്സങ്ങൾ ഫിസിക്കൽ സൗണ്ട് കൊണ്ടും അല്ലെങ്കിൽ മെൻ്റൽ ഡിസ്റ്റർബൻസ് കൊണ്ടും ഉണ്ടാവാം. ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ വെഹിക്കിൾസിൻ്റെ ഹോണ് അല്ലെങ്കിൽ ഫാക്ടറീൻ്റെ മെഷീൻസിൻ്റെ സൗണ്ട്, അത്തരം സൗണ്ടുകൾ കാരണം നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ തടസ്സങ്ങൾ നേരിടുകയാണ്, പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല. അവിടെ തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ അതിനെ നോയ്സ് എന്ന് പറയാം. Next, mechanical defects. Defects in the machines used for communication also hinder the flow of the message. Example, defects of telephone, post office equipment, fax machine, computer, projector, printer, internet, etc. cause interference in communication. Mechanical defects may cause delay, distortion or partial or complete loss of the message. രണ്ടാമത്തെ ഫിസിക്കൽ ബാരിയറാണ് മെക്കാനിക്കൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസിൽ ഡിഫക്റ്റുകൾ വരുന്നത് കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയാണ്. ആ മെസ്സേജ് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു ടെലിഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെങ്കിൽ ആ ടെലിഫോൺ കോളിൽ കണക്ഷൻ കട്ടാവുക അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആകുന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്താ പറയാം, മെക്കാനിക്കൽ ഡിഫക്റ്റ് ആണ് എന്ന് പറയാം. ആ ഡിഫക്റ്റ് കാരണം, മെഷീൻ്റെ ഡിഫക്റ്റ് കാരണം നമുക്ക് കാര്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, തടസ്സങ്ങൾ വരികയാണ്. നെക്സ്റ്റ്, ഇംപ്രോപ്പർ ടൈം ആൻഡ് ഡിസ്റ്റൻസ്. സെലക്ഷൻ ഓഫ് ആപ്റ്റ് ടൈം ഈസ് എസെൻഷ്യൽ ഫോർ ദി എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ അറ്റ് ദി ബാക്ക് എൻഡ് ഓഫ് വർക്കിംഗ് ടൈം മേ നോട്ട് ബി ആക്സെപ്റ്റഡ് ബൈ ദി വർക്കേഴ്സ് വിത്ത് ഇൻട്രസ്റ്റ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ടൈം കാരണം അവിടെ ബാരിയേഴ്സ് ഉണ്ടാവാം, കമ്മ്യൂണിക്കേഷനിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. അതായത് വർക്കേഴ്സ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോവാൻ
നോക്കുന്ന സമയത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്, വർക്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് ആ കാര്യങ്ങൾ ഇൻട്രസ്റ്റോട് കേൾക്കാനോ അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനോ തയ്യാറാവില്ല. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന ടൈം എത്രത്തോളം പ്രധാനപ്പെട്ടാണ്. അവർക്ക് ടൈം ഇല്ലാത്ത സമയത്ത് പോയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും എഫക്റ്റീവ് ആവണമെന്നില്ല. നെക്സ്റ്റ്, ഇൻഫർമേഷൻ ഓവർലോഡ്. Too much information makes communication ineffective. A telephone call for several minutes, too many advertisements in a TV program, etc. are examples of information overload. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിലൂടെ ഓവർലോഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റിസീവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, പാസ് ചെയ്യാണ്, കുറേ മെസ്സേജുകൾ പാസ് ചെയ്യാണ്. അങ്ങനെ കുറേ മെസ്സേജുകൾ പാസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരെ ആൾക്കാരിലേക്ക്, റിസീവറിലേക്ക് എത്താത്ത സാഹചര്യം ഉണ്ടാവും. അത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ഇന്നെഫക്റ്റീവ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇൻഫർമേഷൻ ഓവർലോഡ് ആകുമ്പോൾ. നെക്സ്റ്റ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആക്ട് ആസ് എ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. Example, a person with a troubled mind cannot communicate properly. Similarly, a person in angry or emotional mood cannot receive and understand the real meaning of the message. Psychological factors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കലായിട്ടുള്ള, മാനസികപരമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങളെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയാം. അതിൽ ഫസ്റ്റ് ആണ് premature evaluations. Sometimes the receiver comes to conclusions without fully going through the message. This is called premature evaluation. അതായത് ചില സമയങ്ങളിൽ റിസീവർ എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് മെസ്സേജ് സ്വീകരിക്കാതെ, മെസ്സേജ് ഫുള്ളായിട്ട് കേൾക്കാതെ തന്നെ അവരൊരു കൺക്ലൂഷനിലേക്ക് എത്താം, ഇന്നതാണ് എന്ന് അവരെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നതിനാണ് പ്രീമെച്യൂർ ഇവാലുവേഷൻ എന്ന് പറയാം. അതായത് നമ്മൾ പറയുന്ന സെൻറ്റർ പറയുന്ന മെസ്സേജ് പൂർണ്ണമായിട്ടും കേൾക്കാതെ അവർ പകുതി കേട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇന്നതായിരിക്കും എന്ന് കൺക്ലൂഷനിലേക്ക് അവരെത്തുകയാണ്. അങ്ങനെ കുറേ തടസ്സങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവാം. ഫുള്ള് കേൾക്കാതെ അവരൊരു കൺക്ലൂഷനിലെത്തുകയാണ്. അതിനെ പ്രീമെച്യൂർ ഇവാലുവേഷൻ എന്ന് പറയാം. നെക്സ്റ്റ്, ലാക്ക് ഓഫ് അറ്റൻഷൻ. The preoccupied mind of a receiver causing non-listed attitude towards the message act as a psychological barriers. ലാക്ക് ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ശ്രദ്ധയില്ലായ്മയാണ് അല്ലേ. അപ്പോൾ സെൻറ്റർ റിസീവർക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ, എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് റിസീവർ എന്ത് ചെയ്യുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കാം, അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ എഫക്റ്റീവ് ആവണമെന്നില്ല, കമ്മ്യൂണിക്കേഷനിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. Next, loss by transmission and pure retention. When communication passes through various levels successively, there is the possibility of message being partially lost or transmission of inaccurate information. കുറേ ലെവലുകളിലൂടെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് പകുതിയായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ ഇന്നാക്കുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പോരാത്തതിന് അവിടെ ഓർമ്മശക്തി കുറവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കാം, ആ കമ്മ്യൂണിക്കേഷനിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. നെക്സ്റ്റ്, ഡിസ്ട്രസ്റ്റ്. If there is distrust between the sender and the receiver, it acts as a barrier. If they don't believe each other, they cannot understand each other's message in the true sense. ഡിസ്ട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, വിശ്വാസമില്ലായ്മ. അതായത് സെൻറ്റർക്കും റിസീവർക്കും എന്തില്ല, വിശ്വാസമില്ല പരസ്പരം. അങ്ങനെ രണ്ടുപേർക്കും വിശ്വാസമില്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ അവിടെ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവില്ല. അവിടെ തീർച്ചയായിട്ടും എന്ത് വരാം, തടസ്സങ്ങൾ ഉണ്ടാവാം. അവർ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വാസമില്ല, കള്ളമാണ് എന്നുള്ള ചിന്തയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, അവിടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് പോകണമെന്നില്ല. നെക്സ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഒപ്പീനിയൻസ്. People easily accept those information which agrees with their attitudes and opinions. Similarly, there is a tendency to reject information which is against the attitude and opinion of the receivers. നെക്സ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻസ്. പലരുടെ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും കൊണ്ട് എന്ത് വരാം, കമ്മ്യൂണിക്കേഷനിൽ തടസ്സം വരാം. അതായത് നമ്മളൊരു സെൻറ്റർ ഒരു ഇൻഫർമേഷൻ റിസീവറായിട്ട് പാസ് ചെയ്യുമ്പോൾ ആ ഇൻഫർമേഷൻ റിസീവർ എന്ത് ചെയ്യാണ്, റിജക്റ്റ് ചെയ്യാണ്. ആ റിജക്റ്റ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഒപ്പീനിയൻ പറയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വരാം, തടസ്സം വരാം. അപ്പോൾ സെൻറ്റർ പറയുന്ന ഇൻഫർമേഷൻ കേൾക്കാതെ തന്നെ അത് റിജക്റ്റ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് പുതിയൊരു ഒപ്പീനിയൻ പറയുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വരാം, തടസ്സങ്ങൾ വരാം. Next is semantic barriers. Semantic barriers, we mean the problems and obstructions in the process of encoding and decoding a message into words or impressions. The same words and expressions may mean different things to different people. Semantic barriers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെ ഇംപ്രഷൻസും എക്സ്പ്രഷൻസും വേർഡ്സൊക്കെ ഡീകോഡ് ചെയ്യുമ്പോൾ എൻകോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ ബാരിയേഴ്സ് ഉണ്ടാവാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയാം.
First, badly expressed message. This may happen on account of inadequate vocabulary, usage of wrong words, non-usage of apt words to the context, etc. അതായത് ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള വൊക്കാബുലറിയും അതേപോലെ തന്നെ റോങ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോശമായിട്ടുള്ള എക്സ്പ്രഷൻസ് കൊടുത്തുകൊണ്ട് മെസ്സേജിനെ പറ്റാത്ത എക്സ്പ്രഷൻസ് കൊടുത്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും തടസ്സങ്ങൾ വരാം. നെക്സ്റ്റ്, സിംബൽസ് വിത്ത് ഡിഫറൻറ്റ് മീനിങ്സ്. യൂഷ്വലി വേർഡ്സ് ആൻഡ് സിംബൽസ് ആർ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഫാക്ട്സ് ആൻഡ് ഫീലിങ്സ്. എ വേർഡ് മേ ഹാവ് സെവറൽ മീനിങ്സ്. ഹെൻസ് ദി സെയിം വേർഡ് ഓർ എക്സ്പ്രഷൻ മേ മീൻ ഡിഫറൻറ്റ് തിങ്സ് ടു ഡിഫറൻറ്റ് പീപ്പിൾസ്. നമുക്കറിയാം വേർഡ്സും സിംബൽസൊക്കെ ഫാക്റ്റും ഫീലിങ്സൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരേ വേർഡ് എന്ന് പറയുന്നത് പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിഫറൻ്റ് ആയിരിക്കും. ഒരേ വേർഡിന് തന്നെ പല ആൾക്കാരും പല മീനിങ്ങുകളാണ് കണ്ടെത്തുക. അപ്പോൾ എല്ലാവരും ഒരേപോലെ ഒരേ മീനിങ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്ന വേർഡ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പലർക്കും പല രീതിയിലുള്ള മീനിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് കമ്മ്യൂണിക്കേഷനിൽ ഒരു ബാരിയറായിട്ട് വരാം. Next, faulty translations. Sometimes information to be passed on to subordinates might have been originally drafted in one language, English, and later translated for easy understandability to subordinates into another language, Malayalam. If the translator is not proficient in both languages, it may cause different meanings to the communication. അതായത് സെൻഡർ മെസ്സേജ് ചെയ്യുന്നത് ഒരു ലാംഗ്വേജിലാണ്, റിസീവർ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ലാംഗ്വേജിലും പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള അത്രത്തോളം കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളായിരിക്കണം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വരാം, മീനിങ്ങിൽ ഡിഫറൻസ് വരാം. അങ്ങനെ മീനിങ്ങിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വരാം, തടസ്സങ്ങൾ വരാം. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെന്നില്ല. അതായത് സെൻഡർ അയക്കുന്ന മെസ്സേജ് ഇംഗ്ലീഷിലാണ്, പക്ഷേ അയാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അയാൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ട്രാൻസ്ലേഷൻ അറിയാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വരാം, ഡിഫറൻ്റ് ആയിട്ടുള്ള മീനിങ് വരാം. നെക്സ്റ്റ്, അൺക്ലാരിഫൈഡ് അസംഷൻ. സം കമ്മ്യൂണിക്കേഷൻ വിൽ ഹാവ് സർട്ടൻ അസംഷൻ വിച്ച് റിക്വയർ ഇൻ്റർപ്രിറ്റേഷൻ. അതായത് കൃത്യമല്ലാത്ത അസംഷൻസ് വെച്ചുകൊണ്ട് എന്ത് സംഭവിക്കാം, കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം, തടസ്സങ്ങൾ വരാം. നെക്സ്റ്റ്, ബോഡി ലാംഗ്വേജ് ആൻഡ് ജസ്റ്റർ ഡീകോഡിംഗ്. ബോഡി മൂവ്മെൻറ്റ്സ് ഓൾസോ കമ്മ്യൂണിക്കേറ്റ്. ഇഫ് വാട്ട് ഈസ് സെഡ് ആൻഡ് വാട്ട് ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ ബോഡി മൂവ്മെൻറ്റ്സ് ആൻഡ് ജസ്റ്റർ ഡിഫർ, കമ്മ്യൂണിക്കേഷൻ മേ ബി റോങ്ലി പെർസീവ്ഡ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജിന് വിപരീതമായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ ബോഡി മൂവ്മെൻറ്റ്സ് ആണ് നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കാം, റിസീവർ അത് തെറ്റിദ്ധരിക്കപ്പെടാം. അവിടെ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷനിൽ ബാരിയർ വരാം, തടസ്സങ്ങൾ വരാം.